സർ, ബീഹാറിൽ എക്സിറ്റ് പോളുകൾ പറയുന്നത് തേജസ്വി യാദവിന്റെ RJD അത് പിന്നാക്കം പോകും, BJPക്ക് മുൻതൂക്കം ഉണ്ടാകും, മാത്രമല്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ BJPയുടെ ശരാശരി സ്കോർ എന്ന് പറയുന്നത് 69ഉം നിതീഷ് കുമാറിന്റെ JDUവിന്റേത് 62 സീറ്റുകളാണ്. ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിന് 63 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. എന്താകും ശരിക്കും സംഭവിക്കുക? ഇത് പറയുന്നത് ഒറ്റകക്ഷി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും? ആയി കഴിഞ്ഞു. EVM മെഷീനിൽ ഭദ്രമായിട്ടിരിക്കുകയാണ്. അത് നമ്മളൊന്ന് എണ്ണേണ്ട താമസമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ABC തന്നെ ഞാൻ പ്രവചിച്ചതുപോലെ NDA തന്നെ അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. ഏതാണ്ട് 11 ഏജൻസികൾ സർവേ നടത്തിയിട്ട് അതിൻ്റെ എല്ലാം ഫലം ഒന്ന് തന്നെ, NDA മുന്നണി അധികാരത്തിൽ വരും. ഒരെണ്ണം പോലും മറിച്ചൊരഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പം സാർവത്രികമായിട്ടുള്ള പിന്തുണയാണ് NDA മുന്നണിക്ക് ഇത് കാണിക്കുന്നത്. കാരണം ഓരോരുത്തരും വ്യത്യസ്തമായ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. ആ സാമ്പിളുകളെല്ലാം ഒരേ ഫലം സൂചിപ്പിക്കുമ്പോൾ അതേതാണ്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഈ 3-2 ഭൂരിപക്ഷം എന്നൊന്നും പറയുന്നില്ല, വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം. നേരത്തെ ചില സർവേകൾ പ്രവചിച്ചിരുന്നത് തൂക്കുസഭ എന്നാണ്. ഈ തൂക്കുസഭയൊന്നും വരാൻ പോകുന്നില്ല. വ്യക്തമായ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൂക്കുസഭ വരികയില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള എന്ന് പറയാൻ കാര്യം, ഈ പ്രാവശ്യം വരുന്നത് BJPക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ തേജസ്വി യാദവിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, RJDക്കായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു, ഏറ്റവും വലിയ കക്ഷി അതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതിൽ നിന്നും താഴോട്ട് പോയി. ഇവര് ഒറ്റയ്ക്ക് ഏറ്റവും വലിയ കക്ഷിയായിട്ട് തീരുകയാണ്. അതായത് എക്സിറ്റ് പോൾ പറയുന്ന പ്രകാരം BJP 67-നും 70-നും ഇടയിൽ സീറ്റുകൾ നേടും. അതായത് കഴിഞ്ഞ പ്രാവശ്യം തേജസ്വി യാദവിന്റെ പാർട്ടി നേടിയ അത്രയും സീറ്റുകൾ നേടുക. ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അതായത് ഈ ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ള ഒന്നാണ്. കാരണം വോട്ട് ചോരി വോട്ടെല്ലാം കള്ളമാണെന്നും പറഞ്ഞ് പ്രചാരണം നടത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ യാത്ര നടത്തിയത്. ഇയാൾ കള്ളനാണെന്ന് ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. റെക്കോർഡ് പോളിംഗാ. അപ്പൊ ആളുകളിൽ ഒരു വിശ്വാസ്യത തകർത്ത് കഴിഞ്ഞ ആളുകൾ എന്താ ചെയ്യുന്നത്? ഈ കള്ളത്തരം നമ്മൾ വോട്ട് ചെയ്യാൻ പോകണ്ടെന്നല്ലേ വിചാരിക്കും. അപ്പൊ ആ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അയാൾക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു നിങ്ങളൊന്ന് ഒപ്പിട്ടതാ, അത് ഒപ്പിട്ട് കൊടുക്കാൻ മനസ്സില്ല. അതിൻ്റെ അർത്ഥം ഇയാൾ കള്ളം പറഞ്ഞുകൊണ്ട് എങ്ങനെങ്കിലും പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യാജ ഫ്രോഡ്, ഗജ ഫ്രോഡാണ്. മുരാരി ബാബുവിനെ പോലെ ഗജ ഫ്രോഡാണ് ഇയാളെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒപ്പിട്ട് കൊടുക്കത്തില്ല, അവിടുന്ന് ഒളിച്ചോടി ഇയാൾ പറയുന്നത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം തെളിയിക്കേണ്ടി വരും. താഴെ തലത്തിൽ തൊട്ട് മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർ തൊട്ട് സർട്ടിഫൈ ചെയ്യണം. അതൊക്കെ ചെയ്യാൻ അവരുടെ മണ്ഡലം ലെവലുള്ള പ്രസിഡന്റുമാരുണ്ടല്ലോ, ജില്ലാതല പ്രസിഡന്റ്, അങ്ങനെ ബൂത്ത് തലത്തിൽ വരുന്ന നിങ്ങൾക്ക് സംഘടനയുണ്ടല്ലോ, കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലും, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ. എന്താ പ്രശ്നം? അല്ല രാഹുൽ ഗാന്ധി ഓരോരുത്തർക്കും പോകേണ്ട കാര്യമല്ലല്ലോ. അതും ചെയ്യാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയും ചിത്രത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങി. അപ്പോ ഒന്ന് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി കൂടിയാണ് ഈ പ്രഹസനം കാണിക്കുന്നത് എന്ന് മാത്രമല്ല, മുൻകൂർ ജാമ്യത്തിനും കൂടിയാ. ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇയാൾ പറയും കണ്ടോ അവിടെ ലക്ഷ്മി അമ്മ എന്നുള്ള പേരിന് നേരെ എഴുതിയിരിക്കുന്ന കുട്ടിയമ്മ എന്നുള്ള പേരാ, കണ്ടോ ഈ കുട്ടിയമ്മയുടെ ഫോട്ടോയും കാണിച്ചുകൊണ്ട് പറയും കുട്ടിയമ്മ എന്തെങ്ങനെ ഇത്രയും സുന്ദരിയായത് എന്ന് പറയും. പിന്നെ ചിലപ്പോൾ കൊളംബിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാമുകിയുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് എൻ്റെ കാമുകിക്ക് ഇവിടെ അങ്ങനെ വോട്ട് വന്നു, അവൾ കൊളംബിയയിൽ. അതൊന്നും നമുക്കൊന്ന് കാണാറുണ്ടല്ലേ, ഇതുവരെ കാണിച്ചിട്ടില്ല പുള്ളി. 2 കാമുകിമാരുണ്ടെന്നാണ് പറയുന്നത്, 2 സ്ഥലങ്ങളിലായിട്ട്. ഒരു കാമുകിയാണ് നമ്മൾ മലേഷ്യയിൽ വെച്ച് സ്കൂട്ടറിൽ ഇദ്ദേഹം വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. മറ്റേ കാമുകി കൊളംബിയയിൽ രാജാവിൻ്റെ മകൾ. രാജാവെന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് രാജാവിൻ്റെ മകൾ. ദൈവം, രാഹുൽ ഗാന്ധിയുടെ വധുവിനെ നമുക്ക് കാണാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അതൊന്ന് കാണിച്ചുകൊണ്ട് ആ ഫോട്ടോയും കൂടെ വെച്ചുകൊണ്ട് ഇപ്പം ബ്രസീലിലെ അവിടുത്തെ ഒരു സലൂൺ ഉടമയുടെ ഫോട്ടോ വെച്ചതിന് അവരിപ്പോൾ ചോദ്യം ചെയ്യും, ഈ മനുഷ്യന് വട്ടിളകി, എൻ്റെ ഫോട്ടോ എന്തിനാണ് അവിടെ വെച്ച് പബ്ലിസിറ്റി കൊടുത്തത്? സലൂണും അവിടെ മര്യാദയ്ക്ക് അവർ ജീവിച്ചു പോവുക. ഈ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹമല്ലേ, ആൾക്കാരൊക്കെ അവർക്ക് ഇനിയും ചാറ്റൊക്കെ അയക്കാനും ഒക്കെ തുടങ്ങും. ബ്രസീലിൽ ഈ ഫോട്ടോ കണ്ടുകൊണ്ട് അവരുടെ സമാധാനവും അവരുടെ പ്രൈവസിയും നഷ്ടപ്പെട്ടില്ലേ? ഈ ഫോട്ടോ എടുത്ത് ഇവിടെ വെച്ചുകൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ഈ പബ്ലിസിറ്റി മതി. ആരെങ്കിലും പുള്ളിയുടെ ഫോട്ടോ എവിടെയെങ്കിലും കാണിച്ചാൽ ആ സ്ത്രീക്ക് അവരുടെ സ്വകാര്യതയുമായിട്ട് കഴിയുന്ന ആ സ്വകാര്യതയുടെ സാമ്രാജ്യത്തിലാണ് കഴിയുന്നത്. ഈ രാഹുൽ ഗാന്ധിയോ കള്ളത്തിൻ്റെ സാമ്രാജ്യത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. കള്ളത്തിൻ്റെ സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുക പുള്ളി ഇപ്പോൾ.
അത് മാത്രമേ ഇനി സ്വപ്നം കണ്ടാൽ ഇനി ഒരിക്കലും കോൺഗ്രസ് ഈ മനുഷ്യൻ ഇരിക്കുന്നിടത്തോളം കാലം തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ പറയുന്ന കേട്ടൊരു പ്രിയങ്കയുടെ മകൻ റോയൻ, അവനിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവാണ്. കുടുംബമായിട്ട് മത്സരിക്കട്ടെ. കുറെ വിഡ്ഢികളുണ്ടല്ലോ, ജയറാം രമേശിനെ പോലെ, പവൻ ഖേരയെ പോലെ കൈയടിച്ചു കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട്. അതാണ് ശശി തരൂർ സഹിക്കാൻ മേഞ്ഞിട്ടാണ് പറഞ്ഞത്. കുടുംബാധിപത്യം പോലെ ജനാധിപത്യത്തിന് വേറൊരു ശത്രുവില്ല. കുടുംബത്തിന് കാരണം ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ വോട്ട് കുറഞ്ഞു പോകുന്നതും. സഹിക്കാൻ ഒരു അതിര് വേണ്ടേ സഹിക്കാൻ? അച്ഛനായി, മകളായി, മകളുടെ മകനായി, എന്നാലെങ്കിൽ ഇതൊന്നും നിർത്തണ്ടേ ഈ പരിപാടി? ഞങ്ങൾക്കാണ് ഈ കസേര എന്ന് പറഞ്ഞിട്ട് ഇതെന്തോ മയൂര സിംഹാസനമോ കൊണ്ടത്തെ അല്ലല്ലോ. അപ്പോൾ ആ പരമ്പരാഗതമായിട്ടുള്ള രീതി മാറ്റണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾ നൽകി. ഇനിയെങ്കിലും ആ കുടുംബം കേട്ട കോൺഗ്രസ് നന്നാവും എന്നാ എനിക്ക് അഭിപ്രായം. അതിനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ തരൂര് മത്സരിച്ച സമയത്ത് തന്നെ ഉണ്ടായിരുന്ന നീക്കങ്ങൾ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഒരു കുടുംബാധിപത്യത്തിൽ നിന്ന് ഈ പാർട്ടി മാറില്ല. അത് മാറാത്തത് കൊണ്ട് തന്നെ ബി.ജെ.പിക്ക് പണി എളുപ്പമാണ്. ബി.ജെ.പിക്ക് പണി എളുപ്പമാണ്. കാരണം കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല, ഇവര് തന്നെ പണിയുന്നുണ്ട്. വേണ്ട, രാഹുൽ ഗാന്ധി ഒറ്റയാള് മതി. ബി.ജെ.പിക്ക് പിന്നെ പണിയുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റായിട്ടാ പുള്ളി ഇരിക്കുന്നത്. ബി.ജെ.പിക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നത് എന്നുള്ള സംശയമുണ്ട്. എനിക്ക് തോന്നുന്ന രാഹുൽ ഗാന്ധി ബി.ജെ.പിയുടെ ബി ടീം ട്രോജൻ കുതിരയെ പോലാണ്. ശത്രുപക്ഷത്ത് ഈ കുതിര കൊണ്ടുപോയി നിൽക്കും. അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് എതിർസേനയുടെ പട്ടാളക്കാരാണ്. അതാണ് ട്രോജൻ കുതിരയുടെ പണ്ടത്തെ ഗ്രീക്ക് യുദ്ധത്തിൽ നടന്നൊരു സംഭവമാണ്. എതിർകക്ഷി എന്ത് ചെയ്തു? ഒരു ട്രോജൻ കുതിരയെ കൊണ്ടുവന്ന് ഇതിൻ്റെ സൈന്യത്തിൻ്റെ മധ്യത്തിൽ നിർത്തി. ഈ ട്രോജൻ കുതിര എന്ന് പറഞ്ഞ് തടി കൊണ്ടുണ്ടാക്കിയ കുതിര, കൊള്ളാവില്ല, നല്ല കുതിരയാന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോൾ ആ ശത്രു രാജ്യത്തിൻ്റെ പടയാളികളെല്ലാം ഇറങ്ങി വന്ന് ഇവരെ കൊന്നു വീഴ്ത്തി, ഭീകരന്മാരെ പോലെ. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്, BC-യിൽ നടന്ന സംഭവമായി എന്ന് പറയുന്ന പോലെ ബി.ജെ.പിയുടെ ഒരു ട്രോജൻ കുതിരയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ മനുഷ്യനെ. ഈ മനുഷ്യൻ മനസ്സിലാക്കില്ല, ആരും പറഞ്ഞു കൊടുക്കുകയില്ല. ശശി തരൂർ മാത്രം പറഞ്ഞു, എനിക്ക് ഇത്രയെങ്കിലും ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ സംഭവം. തന്നെയല്ല പ്രതിഭ, ഒരു കാര്യം ഓർക്കണം, ഈ ചരിത്രത്തിൽ ബീഹാറിൽ ഇത്രയും പോളിംഗ് നടന്നിട്ടില്ല. ബീഹാറിൽ നടന്നിട്ടില്ല. അപ്പോൾ 67% ഇപ്രാവശ്യം നടന്നത്. അതിനു മുമ്പ് ആദ്യത്തെ ഘട്ടത്തിൽ നടന്നത് 65%. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഒരു 66% മൊത്തം പോളിംഗ്. 59-ന് അപ്പുറം അങ്ങോട്ട് കിടക്കാൻ വലിയ വിഷമമായിരുന്നു ബീഹാറിലെ പോളിംഗ്. അപ്പോൾ കുറ്റമറ്റ രീതിയിലുള്ള SIR ആണ് അവിടെ നടന്നത്. ആ SIR-ന് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി നാടായത്. അവർക്ക് പാൻ വോട്ട് കിട്ടുന്ന സംഭവം പോയില്ലോ. രാഹുൽ ഗാന്ധി മാത്രമല്ല, കേരളത്തിലെ LDF, UDF എല്ലാം അതിനെ എതിർത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കഥാകൃത്ത് T. പത്മനാഭനാണ് ആദ്യത്തെ സ്ലിപ്പ് കൊടുത്തത്, ഫോം പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ആദ്യം കൊടുത്തത്. അത് മുന്നേറിക്കൊണ്ടിരിക്കുക. SIR-നെതിരെ ഇവരുടെ രാഷ്ട്രീയ കക്ഷി യോഗം ചേർന്നപ്പോഴത്തേക്കും അത് നടപ്പായി തുടങ്ങി, അത് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ SIR-നെ ഒന്നും കുറ്റം പറഞ്ഞാലൊന്നും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി തേജസ്വി യാദവ് ഏതെങ്കിലും വിധത്തിൽ ജയിച്ചു പോയി. ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് കൂട്ടി അതുകൂടെ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരും. മാറ്റം വരുത്തില്ല. BJPക്ക് അങ്ങനെ ഒരു ബഹുമാനവും ആദരവുമുണ്ട് പ്രായത്തോട്. BJPയെ സംബന്ധിച്ചിടത്തോളം 75 കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ സജീവതയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്. അങ്ങനെയാണല്ലോ LK അദ്വാനി മാറ്റി നിർത്തിയത് മാർഗനിർദ്ദേശക മണ്ഡലമായിട്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ വിനയപൂർവ്വം നിതീഷ് കുമാർ തന്നെ, അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറും. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, BJPക്ക് അത്രയും പോപ്പുലറായിട്ടൊരു നേതാവ് ഇപ്പോൾ ഇല്ല. സുശീൽ മോഡി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് നിതീഷ് കുമാറിനെ അവർക്ക് നിലനിർത്തിയേ പറ്റൂ കുറച്ച് നാൾ കൂടി. ചതിക്കുകയൊന്നുമില്ല. നിതീഷ് കുമാർ തന്നെ സ്വയം ഇനി നിങ്ങൾ ഭരിച്ചോളുക, എല്ലാ ആശംസകളും എന്ന് പറഞ്ഞ് മാറും. അതാണ് അതിൻ്റെ ഒരു മര്യാദയും. അത് അദ്ദേഹം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം.